ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കുനിഞ്ഞ് പ്രാർത്ഥിച്ചവരെ കനിഞ്ഞ ദൈവത്തെ ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ ഞെളിഞ്ഞ് നടക്കാതെ കുനിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുകയാണെങ്കിൽ, ഞെളിഞ്ഞ് നടക്കുന്നത് അഹങ്കാരത്തിൻ്റെ ഒരു സൂചനയായിരിക്കാം, കുനിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വിനയത്തിൻ്റെ ഒരു സൂചനയാണ്. അങ്ങനെയുള്ളവരെ ദൈവം സമർത്ഥമായി അനുഗ്രഹിച്ച സംഭവങ്ങൾ ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇത് രണ്ട് യഥാർത്ഥ സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. എനിക്കറിയാവുന്ന ഒരു ജോണി, അദ്ദേഹത്തിൻ്റെ ഒരു ബോധ്യമാണ് ആലയത്തിൽ പോകുമ്പോൾ ഒന്നുകിൽ മുട്ടുകുത്തുക, അല്ലെ എഴുന്നേറ്റ് നിന്ന് ശിരസ് നമിച്ച് പ്രാർത്ഥിക്കുക. ഇനി അദ്ദേഹം ഈ പ്രാർത്ഥനയുടെ ഫലം അനുഭവിച്ചതുകൊണ്ട് ആ മനുഷ്യൻ്റെ ജീവിതം കണ്ടിട്ട്, പ്രാർത്ഥന കണ്ടിട്ട്, സംസാരം കേട്ടിട്ട്, അനുഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഒരുപാട് വ്യക്തികൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയവരുണ്ട്. ഇനി അവര് മുട്ടുകുത്തും ഇച്ചിരി വേദനയും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആ ഒരു സമ്പ്രദായത്തിലേക്ക് വന്ന വ്യക്തികളെ എനിക്കറിയാം. ഒരു കൺവെൻഷൻ, വലിയൊരു കൺവെൻഷൻ നടക്കുക. അതിലൊരു ക്ലാസ് കൊടുക്കാൻ പോയ സമയത്ത് വലിയ പല സെക്ടറുകളായിട്ട് തിരിച്ച് അതിനകത്തൊക്കെ ആൾക്കാർ, ഒരു വലിയ ഓഫീസിൽ ഉന്നത സ്ഥാനത്ത് അന്ന് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പുള്ളി ആ ഗ്രൗണ്ടിൽ കമന്ന് കിടന്ന്, വികാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്, കമന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്നതും ദൈവത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നതും. ഇങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിക്കാതിരിക്കുമോ? അത്രയും ഉന്നതമായ പദവി ഉണ്ടായിരുന്നിട്ട് പോലും, ഇഷ്ടംപോലെ സമ്പത്തും പ്രതാപം ഉണ്ടായിട്ട് പോലും കർത്താവിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ച് കുനിഞ്ഞ് പ്രാർത്ഥിച്ച വ്യക്തികൾ, അവരെയൊക്കെ ദൈവം വളരെയേറെ കനിഞ്ഞ് അനുഗ്രഹിച്ച ആ ഒരു സംഭവങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതുപോലെ പല സംഭവങ്ങൾ ബൈബിളിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് വചനദൂത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും ചില വചനങ്ങൾ നമുക്ക് എടുക്കാം. പ്രഭാഷകൻ 3:18, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. നമുക്ക് എന്ത് മഹത്വം പറയാനുണ്ടെങ്കിലും, വലിപ്പം പറയാനുണ്ടെങ്കിലും, നമുക്ക് എത്രമാത്രം സമ്പത്തുണ്ടെങ്കിലും, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകണം. എന്തിനാ? കർത്താവിൻ്റെ കൃപ കിട്ടാൻ. അല്ലാത്തവർക്ക് പണമുണ്ടായേക്കാം, പ്രതാപം ഉണ്ടായേക്കാം, ദൈവത്തിൻ്റെ കൃപ കിട്ടണമെന്നില്ല. അതിന് നമ്മൾ എത്ര ഉന്നതരാണോ അത്രമാത്രം വിനീതരാകണം. ദൈവാനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരുന്നത് വിനയമുള്ള വ്യക്തികളിലേക്കാണ് എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ലൂക്കാ 14:11, 18:14 രണ്ട് വചനങ്ങളും ഒരേ സുവിശേഷത്തിൽ ഒരുപോലെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, താഴ്ത്തുന്നവനോ ദൈവത്താൽ ഉയർത്തപ്പെടും. ദൈവം നമ്മളെ ഉയർത്തി നമുക്ക് എന്തെങ്കിലുമൊക്കെ മഹത്വം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുക, മറ്റുള്ളവരുടെ മുമ്പിലും എളിമയോടുകൂടി വ്യാപരിക്കുക. അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിച്ചുയർത്തും. നമ്മൾ കാണുന്നുണ്ട്, മെൽക്കിസദക്ക് ഒരു പുരോഹിതനായിരുന്നു. അവൻ്റെ അടുത്ത് കുനിഞ്ഞു നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു വ്യക്തി അബ്രാം. അവൻ്റെ സകല സമ്പത്തിൻ്റെയും ദശാംശം കൊണ്ടുപോയി മെൽക്കിസദക്കിൻ്റെ ആ കരങ്ങളിൽ ഏൽപ്പിച്ചു. കുനിഞ്ഞു നിന്ന് അവൻ്റെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു. അതാണ് ഉൽപ്പത്തി 14:20 വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുക. ഈ മനുഷ്യന്റെ മുമ്പിൽ കുനിഞ്ഞു നിന്ന്, അബ്രാമിന്റെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ വേറൊരു വ്യക്തിക്ക് ദൈവം ഓർഡർ ഇടുന്നത് കാണാൻ പറ്റും. 20 അധ്യായം ഉൽപ്പത്തി 20:3 വചനം വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നു, അബിമലക്, അവന് ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞൊരു കാര്യം, നിന്റെ ഭവനത്തിൽ നീ എത്തിച്ചിരിക്കുന്ന ആ സ്ത്രീ മൂലം നീ പിണമായി തീരും. അബ്രാഹത്തിന്റെ ഭാര്യയായിരുന്നു. ഇനി അവള് മൂലം നീ പിണമായി തീരും. വളരെ സുന്ദരിയായ ഒരു സ്ത്രീ അവൻ്റെ ദേശത്ത് വന്നിരിക്കുന്നെന്ന് കേട്ടപ്പോൾ അവൻ ഓർഡർ ഇട്ടു അവളെ കൊട്ടാരത്തിലെത്തിക്കാൻ. ഇനി ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറഞ്ഞൊരു കാര്യം, പിണമായി തീരാൻ നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അബ്രാഹത്തിൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുക. എന്നിട്ട് അവനെ ഏൽപ്പിച്ചിട്ട് അവൻ്റെ അനുഗ്രഹം വാങ്ങി വരിക. അവൻ്റെ മുമ്പിൽ ശിരസ് നമിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ. മെൽക്കിസദക്കിന്റെ മുമ്പിൽ ശിരസ് നമിച്ച് അനുഗ്രഹം പ്രാപിച്ച അബ്രാഹത്തിൻ്റെ അടുത്തേക്ക് ഇവനെ അയക്കുകയാണ്, ഇവൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു വരാൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കുനിഞ്ഞു നിന്ന് അനുഗ്രഹം പ്രാപിച്ചാൽ പലരും നമ്മളെ ബഹുമാനിക്കുന്ന, നമ്മുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്ന ആ ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മെ ഉയർത്തും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവർക്ക് മനുഷ്യരുടെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ പറ്റും. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, those who kneel before the Lord can stand straight before the people. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവരാണോ, പ്രാർത്ഥിക്കുന്നവരാണോ, മനുഷ്യരുടെ മുമ്പിൽ നിനക്ക് നെഞ്ചു വിരിച്ച് നിൽക്കാൻ പറ്റും. അതിനുള്ളൊരു കൃപ, അതിനുള്ള കഴിവ് ദൈവം തന്നിരിക്കും എന്നാണ് നമ്മൾ കാണുക. ഏതാനും ചില അധ്യായങ്ങൾ എടുത്താൽ പുറപ്പാട് 14 അധ്യായം, ദൈവത്തിന് മുമ്പിൽ കരഞ്ഞ് ശിരസ് നമിച്ച് പ്രാർത്ഥിക്കുന്ന ഇസ്രായേൽക്കാരെ കാണാൻ പറ്റും. ദൈവം വളരെ അത്ഭുതകരമായി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ദൈവം ചെയ്തത് കടലിൽ ഇവർക്ക് വേണ്ടി പാതയൊരുക്കി ഇവരെ നയിക്കുന്ന ആ ഒരു രംഗം പുറപ്പാട് 14 നമുക്ക് കാണാൻ പറ്റും. 2 മക്കബായർ 10 അധ്യായത്തിൽ നമ്മൾ കാണുക, മക്കബേയുസും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ശിരസ് നമിച്ച് ദൈവത്തോട്
നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഇനി ദൈവം അവരെ യുദ്ധത്തിൽ സഹായിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 15-ാം അധ്യായം 2 മക്കബായർ, അവിടെ നമ്മൾ കാണുന്നുണ്ട് മക്കബേയുസും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് നിക്കാനോറിനെ വകവരുത്താനുള്ള അനുഗ്രഹം ഇവർക്ക് നൽകുന്ന ദൈവത്തെ അവിടെ കാണാൻ പറ്റും. ഇവിടെയെല്ലാം ശിരസ് നമിച്ച് പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി ദൈവം അത്ഭുതകരമായിട്ട് എഴുന്നേറ്റ് നിന്ന് പ്രവർത്തിച്ച രംഗങ്ങളാണ് നമ്മൾ കാണുക. 2 മക്കബായർ 13-ാം അധ്യായത്തിലും ഇതുപോലെ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അന്തിയോക്കസ് അവന് എതിരെ ഇവര് ദൈവമക്കൾ രാപകല് ഉപവസിച്ച് കരഞ്ഞ് സാഷ്ടാംഗം വീണ് 3 ദിവസം രാവും പകലും സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ദൈവം വിജയം കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ പറ്റും. 2 മക്കബായർ 15-27 വായിച്ചാൽ മക്കബേയുസ് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച ഒരു രംഗമാണ്. 2 മക്കബായർ 15-27 വായിച്ചാലോ കരങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്തു, പക്ഷേ ഹൃദയം ദൈവത്തോട് ചേർത്ത് വെച്ച് അവർ പ്രാർത്ഥിച്ചു. അവർക്ക് ദൈവം പ്രത്യക്ഷ സഹായം കൊടുത്തു. നിക്കാനോറിന്റെ തല വെട്ടിമാറ്റാനും കൈ വെട്ടിമാറ്റാനും അങ്ങനെ ആ യുദ്ധത്തിൽ വിജയം വരിക്കാൻ മക്കബേയുസിനെയും കൂടെ ഉണ്ടായിരുന്നവരെയും ദൈവം സഹായിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ദൈവം കനിഞ്ഞ കുറച്ച് സംഭവങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. എപ്പോഴാണ് ദൈവം അവരെ കനിഞ്ഞത്? 1 സാമുവേൽ 1:10 മുതൽ വായിക്കുമ്പോൾ ഹന്നായുടെ പ്രാർത്ഥന. ആലയത്തിലേക്ക് ഓടിച്ചെന്നു. ഒരുപാട് വിഷമങ്ങൾ, വേദനകൾ അവർക്കുണ്ടായിരുന്നു. ദേവാലയത്തിലേക്ക് ഓടിച്ചെന്ന് അവിടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഹന്നായെ കാണാൻ പറ്റും. അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം പരിഹാരമായി എന്നുള്ളത് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. 2 സാമുവേൽ 7:29 ദാവീദിന് ഒരു മനോഹരമായ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞാനോ എൻ്റെ കുടുംബത്തിൽ ആരും, എൻ്റെ തലമുറയിൽപ്പെട്ടവർ പോലും ദൈവമേ അങ്ങിൽ നിന്ന് ഒരു കാലത്തും അകന്നു പോകരുത്. പ്രഭാഷകൻ 47:8 മുതൽ വായിക്കുമ്പോൾ അതിരാവിലെ ഉണർന്ന് കൊട്ടാരത്തിലുള്ളവരെ കൂട്ടി പ്രാർത്ഥിക്കുന്ന ദാവീദിനെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവ സാന്നിധ്യം ആ കൊട്ടാരത്തിൽ നിറഞ്ഞു എന്നുള്ളത് ഈ അധ്യായം പ്രഭാഷകൻ 47:8 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എസ്ര 9:5 മുതൽ വായിക്കുമ്പോൾ എസ്ര പ്രവാചകൻ ഉപവാസം നോക്കി മുട്ടിന്മേൽ വീണ് കൈകൾ വിരിച്ചു പിടിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന രംഗം ദൈവം അവരോട് കരുണ കാണിക്കുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും. എസ്തർ 4:16 വായിച്ചാൽ ഒരു കൂട്ട ഉപവാസം, അതിന്റെ ഫലമായിട്ട് ദൈവം അവിടെ പ്രവർത്തിക്കുന്നതും അത്ഭുതകരമായിട്ട് നീതി സ്ഥാപിക്കുന്നതും നമുക്ക് അവിടെ കാണാൻ പറ്റും. 1 രാജാക്കന്മാർ 21:27 അഹാബ് രാജാവ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം. കർത്താവ് പറഞ്ഞത് അവന്റെ മേൽ അയക്കാനിരുന്ന ശിക്ഷ ഞാൻ മാറ്റിവിടുന്നു. യോന 3 വായിച്ചാൽ നിനേവെ നിവാസികൾ കൂട്ട ഉപവാസവും നിലവിളിയും പ്രാർത്ഥനയുമായിട്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. ദൈവം അവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത് കാണാൻ പറ്റും. അപ്പസ്തോല പ്രവർത്തനം 12 വായിച്ചാൽ ദൈവജനം ഒന്നിച്ചു പ്രാർത്ഥിച്ചു. പത്രോസിനെ ദൂതനെ അയച്ച് ദൈവം ജയിലിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവരെല്ലാം കുനിഞ്ഞ് പ്രാർത്ഥിച്ചു. അവരെല്ലാം ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടുവാൻ ശിരസ് നമിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.